ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മനോഹരമായൊരു സെൽഫി പോയിൻ്റ് ഉണ്ടാക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സെൽഫി ഫ്രെയിം എന്നൊക്കെ പറയാം. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഫ്രെയിം. ഇതിനായി ഞാൻ തിരഞ്ഞെടുത്തത് ഇതുപോലൊരു ചെടിച്ചട്ടി, പ്ലാസ്റ്റിക് ചെടിച്ചട്ടി, പിന്നെ കാർഡ്ബോർഡ്, ഇതുപോലത്തെ റോളർ, വേസ്റ്റ് റോളർ, പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, പിന്നെ പുട്ടിയും എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഈ ചെടിച്ചട്ടിയുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. മുകൾ ഭാഗം ഇതുപോലെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ചെടിച്ചട്ടി ഒരു പ്രത്യേക ഡിസൈനുള്ള ചെടിച്ചട്ടിയാണ്. പ്ലാസ്റ്റിക് ടൈപ്പിലാണ് ഇതുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഈ റോളർ, കാർഡ്ബോർഡ് റോളർ അതിനുള്ളിലേക്ക് കടത്തി വെച്ച് ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ചുറ്റിക്കൊടുക്കാം. മാസ്കിംഗ് ടേപ്പ് നല്ലതുപോലെ ചുറ്റിക്കൊടുത്തു. അതിനുശേഷം പുട്ടിയും ഇതുപോലെ ഫെവിക്കോളും ഒരല്പം വെള്ളവും ഒരല്പം ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ പുട്ടിന് കുഴക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നന്നായി കുഴച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ ജോയിൻ ചെയ്ത ആ ഭാഗത്തിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. ആ ജോയിൻ ചെയ്ത ഭാഗത്തിലേക്ക് ഞാനിത് ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ ലേശം റോളിൽ പരുവത്തിലാക്കി ഒട്ടിച്ചു കൊടുത്തു. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തു. നന്നായി ഇത് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഗ്യാപ്പ് മുഴുവൻ ഫില്ലാകുന്ന വിധത്തിൽ തന്നെ ഞാനിത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ചെറിയ പെന്നിൻ്റെ ടോപ്പ് എടുത്ത് ഇതുപോലെ റൗണ്ടായി ഇതിന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായ റൗണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഇതുപോലെ റൗണ്ട് ഉണ്ടാക്കി കൊടുത്തു. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യണം. അതിനുശേഷം മുകൾ ഭാഗത്തും ഇതേപോലെ പുട്ടിയെടുത്ത് അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പുട്ടിയും ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്ത് ആ ഒരു മിക്സ്ചർ എടുത്ത് ഇതിൻ്റെ മുകളിലെ ആ ഭാഗത്തിനും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അതിനും ഇതുപോലെ റൗണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പെന്നിൻ്റെയോ അല്ലെങ്കിൽ ചെറിയൊരു റൗണ്ട് സാധനമെടുത്ത് അതുപോലെ ചെയ്യാം. ഇതുപോലെ പെന്നിൻ്റെ ടോപ്പോ അതുപോലുള്ള ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് ഇത് ചെയ്യാം. ആദ്യം വലിയ റൗണ്ട്, അതിനുള്ളിലായി ചെറിയൊരു റൗണ്ടും, അങ്ങനെ അത് ഏകദേശം ലെവലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ കാർഡ്ബോർഡ്, ആ പില്ലർ രൂപത്തിലുള്ള ആ കാർഡ്ബോർഡിൻ്റെ സെൻട്രലായി അതേ ഡിസൈൻ ഞാൻ വീണ്ടും ഉണ്ടാക്കി കൊടുത്തു. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായി ഞാൻ അതേപോലെ ഒരു ഡിസൈൻ വീണ്ടും ഉണ്ടാക്കി കൊടുത്തു. ഫെവിക്കോളിൻ്റെ തന്നെ ആ ഒരു ക്യാപ്പ് എടുത്താണ് ഞാൻ ഇതിന് റൗണ്ട് ഡിസൈൻ ചെയ്തു കൊടുത്തത്. വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതിനുശേഷം പുട്ടിയും ഫെവിക്കോളും വെള്ളവും ചേർന്ന മിക്സ് ഞാൻ മൊത്തത്തിൽ തന്നെ അടിച്ചു കൊടുത്തു. മൊത്തം അടിച്ചു കൊടുത്തു. നല്ല വൈറ്റ് കളറുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തത്.
അങ്ങനെ മൊത്തം വൈറ്റ് അടിച്ചു കൊടുത്തു. അതിന് ശേഷം എൻ്റെ കയ്യിലുള്ളൊരു ഗോൾഡൻ ടൈപ്പ് കളറെടുത്ത് ഞാനിതിൻ്റെ താഴെ ഭാഗത്തും മുകൾ ഭാഗത്തിലുള്ള ആ ചട്ടിയുടെ ആ ഡിസൈന് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അക്രിലിക് കളർ കൊടുക്കാം, ഇല്ലെങ്കിൽ പെയിൻറ്റ് ചുമരിനൊക്കെ അടിച്ചു കൊടുക്കുന്ന ആ പെയിൻറ്റ് ഉപയോഗിക്കാം. ഇതുപോലൊരു ഗോൾഡൻ ടൈപ്പ് കളറാണ് ഞാനിതിലേക്ക് അടിച്ചു കൊടുത്തത്. അങ്ങനെ ഇത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ചട്ടിയിൽ ചെറിയ ഡിസൈൻ കാണാം. ആ ഡിസൈന് മുകളിലായി ഞാൻ റെഡ് കളറ് കൊടുത്തു. റെഡ് കളറാണ് കൊടുത്തത്. മൊത്തം ഡിസൈനും ഞാൻ റെഡ് കളറ് അപ്ലൈ ചെയ്തു. അതും കഴിഞ്ഞതിന് ശേഷം ഒരു ഗോൾഡൻ റെഡ് ഞാനിതിന് ചെറിയൊരു ഷെയ്ഡ് വരുത്തിയിട്ടുണ്ട്. റെഡും ഗോൾഡൻ കളറും ചേർന്ന ഒരു മിക്സാണ് ഇതിന് മുകളിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം റെഡ് കളറിൽ ഞാൻ ഇതിന് ബോർഡർ ഇട്ട് കൊടുത്തു. ഇതുപോലെ ബോർഡർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഏകദേശം നമ്മുടെ ഈ പില്ലർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലുള്ള ഭാഗവും മുകളിലുള്ള ഭാഗവും ഇതുപോലെയാണ് ഞാനിത് സെറ്റ് ചെയ്ത് കൊടുത്തത്. മുകളിലുള്ള ഭാഗം ഫ്രീ ആയി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്, വീഡിയോയിൽ കാണുന്ന പോലെ. മുകളിലുള്ള ഭാഗം പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം, ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഫ്ലവർ ഉണ്ടാക്കണം നമുക്ക്. ഇതിനായി ഇതുപോലെ കുറച്ച് തെർമോക്കോളാണ് ആവശ്യം. ഇതുപോലൊരു ബബിൾ പേപ്പറാണ് ഞാനിതിന് ഉപയോഗിച്ചത്. ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ എടുത്തത്. ഇതുപോലെ തെർമോക്കോൾ 2 പീസ് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തു. 2 എണ്ണം ഒട്ടിച്ചെടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ബബിൾ പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഒട്ടിച്ചെടുത്തത്. അതിനുശേഷം ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് പൂക്കൾ, ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂക്കൾ ഇതിന് ചുറ്റും ഫിറ്റ് ചെയ്ത് കൊടുത്തു. പിന്നുപയോഗിച്ചാണ് ഞാനിത് ഓരോന്നും കുത്തിക്കൊടുത്തത്. ഇതുപോലെ പിന്ന് ഉപയോഗിച്ചാണ് കുത്തിക്കൊടുത്തത്. 2 ലെയറായിട്ട് ഞാനിത് ചേർത്ത് കുത്തി വെച്ച് കൊടുത്തു. അതിനുശേഷം സെൻറ്ററിലൂടെ ചെറുതായി ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് പൂക്കളെടുത്ത് അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു. അതും ഇതുപോലെ പിന്ന് ഉപയോഗിച്ചാണ് ഇതിലേക്ക് കുത്തിക്കൊടുത്തത്. പൂക്കളും അതിൻ്റെ ലീഫുകളും ഞാൻ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തു. ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പും ഉണ്ടാക്കി. ഈ തെർമോക്കോളിൻ്റെ അടിയിൽ ഇതുപോലൊരു കമ്പി ഉറപ്പിച്ച് കൊടുത്താണ് ഞാൻ ഇതിനുള്ളിലേക്ക് ഇത് വെച്ചത്. ഇത് ഫ്രീ ആയി വെച്ച് കൊടുത്തു. ഇതെടുത്ത് മാറ്റുകയും ചെയ്യാം. വേറെ എന്തെങ്കിലും ഡിസൈൻ ഇതിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വീഡിയോ ഇഷ്ടമായോ കൂട്ടുകാർക്ക്? ഇതുപോലൊരു സെൽഫി പോയിൻ്റ് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ്.